ധനുഷിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ രായൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 125 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വെറും 10 ദിവസങ്ങൾ കൊണ്ട് രായൻ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ മാത്രം 63 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് തിങ്കളാഴ്ച സിനിമയുടെ രണ്ടാമത്തെ തിങ്കളാഴ്ച കേരളത്തിൽ 7 ലക്ഷത്തിന് മുകളിൽ ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും 10 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ കേരളത്തിൽ 5 കോടി ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടതോടെ കേരളത്തിൽ സിനിമ ഹിറ്റ് സ്റ്റാറ്റസും നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 2 ബോളിവുഡ് സിനിമകളുടെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ജാൻവി കപൂർ നായികവേഷത്തിലെത്തിയ ഉലജ് എന്ന സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 6 കോടി 50 ലക്ഷം രൂപയാണ്. സിനിമ തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ ഉറപ്പാക്കിയിരിക്കുകയാണ്. മറ്റൊരു ഹിന്ദി ചിത്രം അജയ് ദേവ്ഗൺ, തബു തുടങ്ങിയവർ അഭിനയിച്ച ഓറോൺ മേ കഹൻ തും താ എന്ന സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിലെ മറ്റൊരു വൻ ഡിസാസ്റ്റർ ഉറപ്പാക്കിയിരിക്കുകയാണ്. വെറും 9 കോടി 50 ലക്ഷം രൂപയാണ് 3 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ. ഷെയ്താൻ എന്ന സിനിമയിലൂടെ വിജയിച്ചു തുടങ്ങിയ അജയ് ദേവ്ഗണിന് തുടർച്ചയായി രണ്ടാമത്തെ പരാജയമാണ് ഏറ്റവും പുതിയ ഹിന്ദി സിനിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ആസിഫ് അലിയുടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ടാമത്തെ നായകനായി എത്തിയ സിനിമയാണല്ലോ ലെവൽ ക്രോസ്. സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 4 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. 10 കോടിയിലേറെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടി പിന്നിട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ വലിയ പരാജയമാണ് ആസിഫ് അലിക്ക് നേടിക്കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ റിപ്പോർട്ട് റിലീസ് ചിത്രമായ ദേവദൂതൻ്റെതാണ്. ദേവദൂതൻ ആ സിനിമയുടെ രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിട്ടും ഇപ്പോഴത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ചയും ട്രാക്കിംഗ് കളക്ഷൻ പ്രകാരം വളരെ ഡീസന്റ് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 24 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 15 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 11 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം 3 കോടി 40 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 4 കോടി 30 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷനും നേടിയെടുക്കുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ നോക്കിയാലും തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ദേവദൂതൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.